മുസ്ലിം ലീഗിനെതിരെ വീണ്ടും സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ജമായത്ത് ഇസ്ലാമിയെ പോലെ ഉള്ള കൂട്ടുകെട്ട് ലീഗിന് നാശമുണ്ടാക്കും. സമസ്ത മുഷാവറയിൽ നിന്ന് ജിബ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നത് വ്യാജ വാർത്തയാണെന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. പള്ളി ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ കാണിച്ചിരുന്ന ഇതാണ് ഏത് അവിടെ കശപിച്ചുണ്ടാക്കും. എന്താ പൊട്ടി എന്താ പറഞ്ഞാല് പൊട്ടിത്തറി എന്ന് പറഞ്ഞു. പൊട്ടിത്തെറിഞ്ഞ അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി ഉണ്ട് പറഞ്ഞിട്ടാൽ. എന്താ ഒന്നും ഉണ്ടായില്ല. അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ. സമാധാനത്തോടെ കഴിഞ്ഞു. പിന്നെ കുഴപ്പമുണ്ടാക്കുക. എന്താ പയ്യന് അത് ഈ വാപ്പ കുട്ടികളുടെ കുഴപ്പമായിരിക്കും. അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കുട്ടികൾ. കുറെ വഹാബികളും അതിന് കൂടിക്കൊടുത്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക. അപ്പം അവരെ ലീഗിനെ നശിപ്പിക്കല്ലോ. അവർ വംശത്തെ പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക. അറിയൂല. അതുകൊണ്ട് അവരെ ചങ്ങായിത്തം ലീഗിന് അപകടമാണ്. ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു ലേഖനം എഴുതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സുപ്രഭാതത്തിൽ. അത് മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും. മുസ്ലിം ലീഗിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവർ അടുക്കളയിലെത്തിയാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിനുള്ളിൽ കൂടെ വളരും. അതിൻ്റെ ഫലം സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കൽ മാത്രമല്ല, ഈ പരിശുദ്ധമായ മുസ്ലിം ലീഗിനെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ അത് അംഗീകരിച്ചു ഈ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദീപക് തരമണം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സമസ്തയുടെ ഒരു പഴയ പിളർപ്പിൻ്റെ ഓർമ്മകൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം AK വിഭാഗമായി പിളർന്നത് ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് കലാപങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയില്ല എന്നുള്ളതാണ് സമസ്തയുടെ ഔദ്യോഗിക വിശദീകരണം. പക്ഷേ എന്നാൽ ഇന്നലെ കശപിശ വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. SKN ഈ ലീഗിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ ലീഗിനെ എതിർക്കുന്നവർ എന്നുള്ള നിലയിലേക്ക് സമസ്തയിൽ രണ്ട് വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ ഉമർ ഫൈസി മുക്കമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിൻ്റെ ചങ്ങാത്തത്തെ വളരെ കൃത്യമായി എതിർക്കുന്നത്. അതായത് രണ്ട് രീതിയിലാണ് ഈ കാര്യം. കാരണം താത്വികമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിച്ചു പോകാൻ സമസ്തയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചങ്ങാത്തം ലീഗ് ഉപേക്ഷിക്കണം എന്ന് സമസ്തയിലെ ഒരു വിഭാഗം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഹൈദരലി തങ്ങളുടെ കാലഘട്ടം വരെ ആ കാര്യത്തിൽ നിലപാടിൽ കടുപ്പിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ള നിലയിൽ സാദിഖ് അലി തങ്ങൾക്ക് എതിരെയാണ് ഒരു വിഭാഗത്തിൻ്റെ ആക്രമണം. ആ വിഭാഗത്തിൻ്റെ ആക്രമണത്തിന് ഏറ്റവും ആക്കം നൽകിയത് ഖാസി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. ഖാസി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവർ പരസ്യ വിമർശനം നടത്തി എന്നുള്ളതാണ് ഇന്നലെയുള്ള സമസ്തയുടെ മുഷവറ യോഗത്തിൽ ചർച്ചയായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജെഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വാർത്ത. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇത് സമസ്ത ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞാലും വസ്തുത അവിടെ നിൽക്കുകയാണ്. വളരെ കൃത്യമായ വിഭാഗീയത സമസ്തയ്ക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു. അത് ഖാസി ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു പ്രധാന ഘടകമായി മാറിയെങ്കിൽ പോലും കുറച്ച് കാലമായി തന്നെ ലീഗിനെ അനുകൂലിക്കുന്നവർ, ലീഗിനെ എതിർക്കുന്നവർ, അതായത് ലീഗിൻ്റെ ചങ്ങായത്തെ എതിർക്കുന്നവർ എന്നുള്ള നിലയിലേക്ക് വിഭാഗീയമായി കാര്യങ്ങൾ പോയി. ഏതായാലും ഇന്നലെ സമസ്തയുടെ മുഷവറയാണ്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി യോഗം കൂടി ചേരുമ്പോൾ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തിരുമണം.